Hi everyone, this is Rahul. Welcome to MentorFX YouTube channel. സോ നമുക്ക് നാളത്തെ മാർക്കറ്റ് അനാലിസിലോട്ട് പോകാം. ഇത് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്തിട്ട് ഞാൻ ഫുള്ളായിട്ട് ചെയ്യുന്നുണ്ട്. അതിന് മുന്നേ ലാസ്റ്റ് എന്താണ് മാർക്കറ്റ് ചെയ്തതെന്ന് നോക്കിയിട്ട് നമുക്ക് ഇന്നത്തെ ദിവസം എന്താണ് മാർക്കറ്റ് ചെയ്തതെന്ന് നോക്കിയിട്ട് നമുക്ക് വീഡിയോയിൽ പോകാം. ഓക്കെ, സോ ഇന്നലെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ആദ്യം മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തു, അവിടുന്ന് താഴോട്ട് വന്നു, എന്നിട്ട് മാർക്കറ്റ് കണ്ടിന്യൂസ് ഒന്ന് റിട്രേസ് ചെയ്ത് ഫാളായി. ഇന്നും സെയിം സിനാരിയാണ് മാർക്കറ്റ് ചെയ്തത്. മാർക്കറ്റ് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തു, താഴോട്ട് വന്നു, ഒന്ന് റിട്രേസ് ചെയ്തു, ഫോളായി. അപ്പം ഇന്നലെ നമ്മുടെ മാർക്കറ്റിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ക്യാൻഡിലിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, ഷൂട്ടിംഗ് സ്റ്റാറിനെ പറ്റി. ഓക്കെ, ഷൂട്ടിംഗ് സ്റ്റാർ. അപ്പോൾ ഈ ഷൂട്ടിംഗ് സ്റ്റാർ നേരെ ഓപ്പോസിറ്റ് ഉള്ള ഒരു ക്യാൻഡിൽ പാറ്റേൺ ആണ് ഹാമർ ക്യാൻഡിൽ പാറ്റേൺ, ഹാമർ. ഓക്കെ, സോ ഇത് ഷൂട്ടിംഗ് സ്റ്റാർ പോലെ തന്നെ സ്ട്രോങ്ങസ്റ്റ് ഒരു ക്യാൻഡിൽ പാറ്റേൺ ആണ്. സോ ഇങ്ങനത്തെ ഒരു ക്യാൻഡിൽ വരുമ്പോൾ നിങ്ങൾ നോക്കണം, എന്താ നോക്കേണ്ടത്, മാർക്കറ്റിൽ അത് എവിടെയാണ് വന്നിട്ടുള്ളത്, മാർക്കറ്റിൽ ബൈയിങ് വരുന്നത് ഡിസ്കൗണ്ട് സോണിലാണോ അതോ ഇത് ഒരു സപ്ലൈ സോണിലായിരുന്നു. ഓക്കെ, അപ്പോൾ ഡിസ്കൗണ്ട് ആൻഡ് സപ്ലൈ അത് നമുക്ക് ഒരു വീഡിയോയിൽ പഠിക്കാം. ഡിസ്കൗണ്ട് ആൻഡ് സപ്ലൈ എന്താണ്. സോ അതായത് ഒരു താഴ്ന്ന പ്രൈസിലാണോ ഇത് വന്നിട്ടുള്ളതെന്ന് നോക്കണം. ഓക്കെ, സോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എന്ത് വന്നിട്ടുണ്ട്, ഇവിടെ ഒരു ഹാമർ വന്നിട്ടുണ്ട്. ഈ ഹാമർ വന്നിട്ട് ഇവിടുന്ന് ഒരു ട്രേഡ് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു ട്രേഡ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഇവിടം വരെ. ഈ ഒരു ക്യാൻഡിൽ കണ്ടപ്പോൾ എക്സിറ്റ് ആയിട്ടുണ്ടായിരുന്നു ഞാൻ. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ആരോ ചോദിച്ചിരുന്നു എന്നോട് മാർക്കറ്റ് ബുള്ളിഷ് ആണോ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു മാർക്കറ്റ് ബുള്ളിഷ് ആയിരുന്നു. പക്ഷേ മാർക്കറ്റ് ഇവിടെ എത്തിയിട്ട് മാർക്കറ്റ് ഏകദേശം ഇതേപോലെ തന്നെ ഒരു ക്യാൻഡിൽ ഇവിടെ സെയിം ഒരു ഇത് വന്നിട്ട് ഇവിടുന്ന് റിവേഴ്സായി. അപ്പോൾ ഇതും 3 ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട് ഇതെന്താണ്, ഈവനിങ് സ്റ്റാർ ആണ്. 50 മിനിറ്റ്സിൽ പ്രോപ്പറായിട്ട് ഈവനിങ് സ്റ്റാർ അവിടെ കാണുന്നുണ്ട്. ഈവനിങ് സ്റ്റാർ ക്യാൻഡിൽ ഉണ്ടോ, ഈവനിങ് സ്റ്റാർ 5 മിനിറ്റ്സിലും കിട്ടുന്നുണ്ട് അതിന്. ഈവനിങ് സ്റ്റാർ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈവനിങ് സ്റ്റാർ എന്താണെന്നല്ലേ. ഈവനിങ് സ്റ്റാർ വന്നിട്ട് മാർക്കറ്റ് റിവേഴ്സ് ആവുക ചെയ്തത്. റിവേഴ്സായി മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ വന്നപ്പം നമ്മൾ ഇവിടെ എവിടെയും കാണാത്ത ഒരു സംഭവം ഇവിടെ കണ്ടു. എന്താണ്, ഈക്വൽ ലോസ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ലാസ്റ്റ് ക്ലാസ്സിലൊക്കെ, അല്ല ലാസ്റ്റ് നമ്മുടെ വീഡിയോസിൽ. ഈക്വൽ ലോസ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ലോസ്, അതായത് ടീസർ ബോട്ടംസ് അല്ലേ. ടീസർ ബോട്ടംസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ടീസർ ബോട്ടംസ് ഇതിന് മുന്നേ കാണിച്ചിട്ടുണ്ട്. ടീസർ ബോട്ടം, നിങ്ങൾ ഈ സാധനമാണ് മാർക്കറ്റിൽ എപ്പോഴും ഏറ്റവും കൂടുതൽ മാർക്കറ്റിൽ വരുന്ന ഒരു ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺ ആണ് ടീസർ ബോട്ടം ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺ. ഓക്കെ, ടീസർ ബോട്ടം ഇതുണ്ട്, ഇത് സെയിം ലോ. ടീസർ ബോട്ടം ഉണ്ടോ, ടീസർ ബോട്ടം ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺ. ഓക്കെ, ടീസർ ബോട്ടം. സോ ഇങ്ങനെ ഒരു ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺ വന്നു കഴിഞ്ഞാൽ നിങ്ങളൊന്നും ചെയ്യാനില്ല, അതിൻ്റെ ഹൈ മാർക്ക് ചെയ്തിടുക. ഓക്കെ, അതിൻ്റെ ഹൈ മാർക്ക് ചെയ്തിടുക. അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് അവിടുന്ന് ട്രേഡ് എടുത്തിട്ട് അതിൻ്റെ താഴെ സ്റ്റോപ്പ് ലോസ് വെക്കുക. നിയറസ്റ്റ് സ്വിംഗ് ഹൈ നമ്മുടെ ടാർഗറ്റായിട്ട് വെക്കുക. ഓക്കെ, ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. ഓക്കെ, സോ നമുക്ക് നാളത്തെ അനാലിസിലോട്ട് പോകാം. അതിന് മുന്നേ ഇതെല്ലാം കളയാം. ഫുള്ള് കളഞ്ഞിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വീക്കിലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം നിഫ്റ്റീനെ. ഓക്കെ, നിഫ്റ്റിനെ വീക്കിലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിഫ്റ്റി ഈ ഒരു മേജറായിട്ടുള്ള നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 24,600 25,600 ഇതിൻ്റെ മുകളിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. 24,600 മുകളിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. സോ ഇത് നമ്മുടെ ഒരു മേജറായിട്ടുള്ള ഒരു ഡിമാൻഡ് സോണാണ്. അതൊരു സപ്പോർട്ടാണ് ഈ ഒരു കാണുന്നത്. ഇത് മാർക്കറ്റിൻ്റെ ഒരു മേജറായിട്ടുള്ള സപ്പോർട്ടാണ്. സോ ഇത് നമുക്കൊന്ന് മാർക്ക് ചെയ്തിട്ട് തരാം. ഇവിടെ മാർക്ക് ചെയ്ത് കേട്ടോ. സോ ഇത് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് 24,416. ഓക്കെ, ഇത് മാർക്കറ്റിൻ്റെ ഒരു മേജർ സപ്പോർട്ട് സോണാണ്. ഓക്കെ, ഇതിൻ്റെ താഴെ പോയാലാണ് ഇത് നമുക്കിനി ഫുള്ളി റിവേഴ്സ് വരുള്ളൂ. സോ ഇതുവരെ നമ്മൾ ബൈ ഓൺ ദ ഡിപ്പ് ആണ് നോക്കേണ്ടത്. ഓക്കെ, ഓൾറെഡി 24,624 മുകളിലാണ് നിൽക്കുന്നത്. ബട്ട് ഇതാണ് നമ്മുടെ മേജറായിട്ടുള്ള ലോ. അപ്പം ഇനി ഇതാണ് നമ്മുടെ മേജറായിട്ടുള്ള ലോ. നമ്മൾ ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് പുറത്ത് വന്നിട്ടുണ്ട്. തിരിച്ച് മാർക്കറ്റ് ഇനി ഇതിൻ്റെ ഉള്ളോട്ട് കയറാതിരുന്നാൽ മതി. മാർക്കറ്റ് ഏകദേശം മാർച്ചിന് ശേഷം ഇപ്പോഴാണ് മാർക്കറ്റ് ഇതിൻ്റെ പുറത്ത് വരുന്നത്. സോ അത് നിങ്ങൾ നോക്കി വെക്കുക. അതിനുവേണ്ടിയാണ് ഞാൻ ആദ്യം മുതൽ ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ആഴ്ചയുടെ വീക്കിലെ ഹൈയും ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ ആഴ്ചയുടെ റണ്ണിങ് വീക്കിൻ്റെ, കാരണം ലാസ്റ്റ് വീക്കിൻ്റെ ഹൈ ഓൾറെഡി മാർക്ക് ചെയ്ത് ലോ ഒരുപാട് താഴെയാണ്, അതുകൊണ്ട് മാർക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, അത് കഴിഞ്ഞാൽ നേരെ ഡെയിലിയിലോട്ട് വരാം. ഓക്കെ, ഡെയിലിയിലോട്ട് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് ഈ ഒരു ഹൈയുടെ ഉള്ളിലാണ് മാർക്കറ്റ് ഇപ്പം നിൽക്കുന്നത്. ഈ ഒരു ലോയുടെ മുകളിലും ഈ ഒരു ഹൈയുടെ ഉള്ളിലും. അപ്പം ഇതിൻ്റെ മുകളിൽ നമുക്ക് ഇനി പോവുകയാണെങ്കിൽ മാർക്കറ്റ് എവിടെ വരെ മൂവ് ചെയ്യും, ഇവിടെ വരെ മൂവ് ചെയ്യും. ഇവിടെ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് ഉണ്ട്. ഓക്കെ, അത് മാർക്കറ്റ് അവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് മുകളിൽ നമ്മുടെ മേജറായിട്ടുള്ള 24,998, അത് 25,000, അതൊരു മേജർ റെസിസ്റ്റൻസ് ആണ്. അതും ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് ഇത്രയും ലെവൽസ് കിട്ടി. ഇനി നമുക്കിതിൻ്റെ താഴെ എന്താണുള്ളത്, 1 ഡേയുടെ താഴെ 4 അവർ. ഓക്കെ, 4 അവർ നോക്കാം മാർക്കറ്റ് എങ്ങനെയാണ്. 4 അവർ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഈ റേഞ്ചിൻ്റെ ഉള്ളിൽ കിടന്ന് മാർക്കറ്റ് അപ്പ് ഡൗൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുകളിലോട്ടും താഴോട്ടും മാർക്കറ്റ് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് നമ്മുടെ ഒരു മേജർ റെസിസ്റ്റൻസ് ആണ്. ഓക്കെ,
ഇന്നലെയും ഈ ഒരു റേഞ്ചിൽ നിന്നാണ് മാർക്കറ്റിന് ഇത് വന്നിട്ടുള്ള 24,672. സോ അത് ഞാൻ മാർക്ക് ചെയ്തു. സോ ഇന്നലെയും ഈ ഒരു ലോ മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു ലോയും ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. 24,000 കോമൺ ആയിട്ട് എടുത്തിട്ടുണ്ട്. 516. ഓക്കെ, അപ്പം ഇത്രയും ലെവൽ നമുക്ക് 4 ഹവറിൽ കിട്ടി. ഇനി നമുക്ക് നേരെ 1 ഹവറിലോട്ട് പോകാം. ഓക്കെ, 1 ഹവറിൽ വരുമ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്കൊരു ട്രെൻഡ് ലൈൻ ഇവിടെ കിട്ടി. ഇവിടെ നമുക്കൊരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് വരുന്നുണ്ട്. ഈ ട്രെൻഡ് ലൈൻ ഞാനിവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഈ ട്രെൻഡ് ലൈനിൻ്റെ മുകളിലാണ് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത്. 50 മിനിറ്റ്സ് ഒന്നുകൂടെ ക്ലിയർ ആവും. ഓക്കെ, സോ 1 ഹവറിൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പുറകോട്ട് നോക്കിക്കഴിഞ്ഞാൽ എവിടെയെങ്കിലും മാർക്കറ്റിന് റെസിസ്റ്റൻസ് ഉണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് മാർക്കറ്റിൻ്റെ ഒരു റെസിസ്റ്റൻസ് ആണ്. കണ്ടോ, ഇത് മാർക്കറ്റിൻ്റെ ഒരു റെസിസ്റ്റൻസ് ആണ്. സോ ഇത് കോമൺ ആയിട്ട് പുറകോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഐ തിങ്ക് ഇതെടുക്കാം. ഓക്കെ, ഈ ലോ എടുക്കാം. ഈ ലോ അല്ലെങ്കിൽ കുറച്ചുകൂടെ മുകളിലോട്ട് കയറ്റി വെക്കാം കേട്ടോ. ഇവിടെ വരെ 24,900 ആണ് വരുന്നത്. ഓക്കെ, ഞാൻ അത് എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നേരെ ഞാൻ 50 മിനിറ്റ്സിലോട്ട് വന്നു. നമ്മുടെ എൻട്രി ഫ്രെയിം അത് കഴിഞ്ഞ് 5 മിനിറ്റ്സ് ആണ് ഞാൻ എൻട്രി എടുക്കുന്നത്. പക്ഷേ 50 മിനിറ്റ്സിൽ നമുക്ക് മേജറായിട്ടുള്ള ലൈൻസൊക്കെ എടുത്ത് വെക്കണം. അപ്പം ഇവിടെ നമുക്ക് എന്ത് വന്നിട്ടുണ്ട്, ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ടും ഇടുന്നുണ്ട്. സോ മാർക്കറ്റ് ഇവിടെ റിയാക്ട് ചെയ്യുന്നപ്പോൾ ഇവിടുത്തെ മേജറായിട്ടുള്ള ലിക്വിഡിറ്റി ഉള്ള സ്ഥലം ഞാൻ ഇത് കുറച്ച് താഴോട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്, ഈ ഏരിയ ലോ. ഓക്കെ, സോ ഇതാണ് അപ്പോൾ നമ്മുടെ മാർക്കറ്റ് വ്യൂ. സോ ഇതിൻ്റെ താഴോട്ടുള്ള ഇവിടുന്ന് താഴോട്ട് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ മെയിനായിട്ടുള്ള ഹൈസ് നോക്കിയാൽ മതി. ഇത് മാർക്കറ്റിൻ്റെ ഒരു സപ്പോർട്ടായിരിക്കും, ഇത് മാർക്കറ്റിൻ്റെ ഒരു സപ്പോർട്ടായിരിക്കും. ഈ രണ്ട് സപ്പോർട്ട് ഞാൻ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. സോ ഇത്രയും ലൈൻസേ മാർക്കറ്റിൽ ഇപ്പം തൽക്കാലം ഉള്ളൂ. ഓക്കെ, സോ മാർക്കറ്റ് ഇപ്പം ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ടിലോട്ടാണ് വരുന്നത്. സോ നമുക്ക് മാർക്കറ്റിനെ ഇതിൻ്റെ താഴെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഓർഡർ ബ്ലോക്കും ഉണ്ട്. ഓക്കെ, സോ ഇപ്പോൾ ഈ CAS ഉള്ളതുകൊണ്ട് ചെറിയ കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ, സോ ഇവിടെ നമുക്ക് ചെറിയൊരു ഓർഡർ ബ്ലോക്കും ഉണ്ട്. ഇവിടെ നമുക്ക് ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. ഇതിൻ്റെ മുകളിൽ നമുക്കൊരു എന്തുണ്ട്, ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. ബട്ട് ഇത് CAS ക്യാൻഡിലാണ്, മറ്റേ ഓപ്ഷൻ ക്യാൻഡിലാണ്. അതുകൊണ്ട് ഞാൻ അതിന് അത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല. ബട്ട് ആസ് എ ടെക്നിക്കൽ നോക്കേണ്ടതുകൊണ്ട് ഞാൻ കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് വരച്ച് വെക്കുന്നതാണ്. ഓക്കെ, സോ മാർക്കറ്റ് നാളെ നമുക്ക് ഒരു ഗ്യാപ്പ് ഡൗണിലൊക്കെയാണ് വീഴുന്നെങ്കിൽ നമുക്ക് ബൈ ഓൺ ദ ഡിപ്പ് ചെയ്യാം. ഓക്കെ, ഒരു ഗ്യാപ്പ് ഡൗണിലാണ് മാർക്കറ്റ് വീഴുന്നെങ്കിൽ നമുക്ക് ബൈ ഓൺ ദ ഡിപ്പ് ചെയ്യാം. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട്, മാർക്കറ്റ് ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യുന്നവരെ നമ്മൾ സ്റ്റിൽ ബുള്ളിഷാണ്. ഏത് ലോ ആണ് നമ്മൾ വീക്കിലിയിൽ വരച്ചല്ലോ, വീക്കിലിയിൽ നമ്മൾ നോക്കിയ ആ ഒരു ഹൈ, അതായത് മാർക്കറ്റിൻ്റെ 24,435. ഓക്കെ, 24,435ൻ്റെ താഴെ മാർക്കറ്റ് പോകുന്നവരെ നമുക്ക് ബൈ ഓൺ ദ ഡിപ്പ്, അതായത് ഈ ഒരു ലോ, ഇതൊരു മേജർ ലോ ആണ്. ഈ ലോ ഞാനിങ്ങനെ ഒരു ഹാർഡ്ലി വരച്ച് വെക്കുന്നുണ്ട്, മേജർ ലോ ആയിട്ട്. ഓക്കെ, ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യുന്നവരെ നമുക്ക് ബൈ ഓൺ ദ ഡിപ്പ് തന്നെ മാർക്കറ്റിൽ നോക്കാം. ഓക്കെ, മാർക്കറ്റ് 24,600ൻ്റെ മുകളിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഇപ്പോൾ സ്റ്റിൽ മാർക്കറ്റിൻ്റെ എന്താണ് സ്ട്രക്ചർ ബുള്ളിഷാണ്. മാർക്കറ്റ് പോകാൻ ശ്രമിക്കുന്നത് മോളോട്ടാണ്. ഓക്കെ, സോ മാർക്കറ്റ് 1-2 ദിവസം ഈ ഒരു ഏരിയയിൽ കിടന്ന് അപ്പ് ഡൗൺ കളിച്ചിട്ട് മാർക്കറ്റ് മോളോട്ട് പോകുമെന്നാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സോ മാർക്കറ്റ് ക്ലിയർ ആയിട്ട് നാളെ ഒരു ക്ലിയർ ബുള്ളിഷ് എൻട്രി വരണമെങ്കിൽ 24,672ൻ്റെ മുകളിൽ മാർക്കറ്റ് രാവിലെ ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്നൊരു ബൈ എൻട്രി പോവാം. ഓക്കെ, ബട്ട് ഇതൊരു ബ്രേക്കൗട്ട് എൻട്രി ആണ്. മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ബൈ ഓൺ ദ ഡിപ്പ് ചെയ്താൽ മതി. ഇതേപോലത്തെ ഒരു സിനാരിയോ മാർക്കറ്റിൽ നാളെയും സെയിം സിനാരിയോ നാളെയും കാണുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ഈ ഒരു സെല്ലിങ്ങിലോട്ട് പോകാം. കാരണം മാർക്കറ്റ് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്യുക, താഴെ വരിക, എന്നിട്ട് ഈ ഒരു ഗ്യാപ്പ് ഫില്ലിങ് ചെയ്തിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകുന്ന ഒരു സിനാരിയോ ആണ് 2 ദിവസമായിട്ടുള്ളത്. സോ അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. നാളെ ഞാൻ എന്തായാലും ഗ്രൂപ്പിൽ ട്രേഡ് ഇടുന്നുണ്ട്. ഓക്കെ, നിഫ്റ്റിയുടെ ട്രേഡ് ഞാൻ ഗ്രൂപ്പിലിടാം. ഞാൻ സാധാരണ ഇതിൻ്റെ ട്രേഡ് ഇടാറുള്ളൂ, നമ്മുടെ സ്റ്റോക്കിൻ്റെ ട്രേഡ്. ഇന്ന് നമ്മൾ ചെയ്തത് സൊനാകോംസിലായിരുന്നു. ഓർമ്മയുണ്ടാവും നിങ്ങൾക്ക്, നല്ല പ്രോഫിറ്റ് കിട്ടിയെന്ന് തോന്നുന്നു. സൊനാകോംസിൽ നല്ല സൂപ്പർ എൻട്രി ആയിരുന്നു, 1 സൈഡ് മൂവ് ആയിരുന്നു മുകളിലോട്ട്. ഓക്കെ, സൊനാകോംസ് ആയിരുന്നു ഇന്ന് നമ്മുടെ ട്രേഡ് ഉണ്ടായിരുന്നത്. സോ നാളെ നമുക്ക് നിഫ്റ്റിയിൽ നല്ല മൂവ്മെൻറ്റ് വരികയാണെങ്കിൽ ഞാൻ നിഫ്റ്റിയുടെ കോൾ ഞാൻ മാർക്കറ്റിൽ തരാം. ഓക്കെ, സോ അപ്പോൾ ഇതാണ് മാർക്കറ്റിൻ്റെ റേഞ്ച്, ഇതാണ് മാർക്കറ്റിൻ്റെ അനാലിസിസ്. ഞാൻ തുടക്കം പോലെ ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ്ലി. ഒരു ട്രെൻഡ് ലൈൻ വരുന്നുണ്ട് മാർക്കറ്റ് ഈ റേഞ്ചിലാണ് നിൽക്കുന്നത്. 24,435ൻ്റെ മുകളിൽ നിൽക്കുന്നതുകൊണ്ട് മാർക്കറ്റ് ബുള്ളിഷാണ്. 24,600ൻ്റെ മുകളിൽ മാർക്കറ്റ് ഹയർ ടൈം ഫ്രെയിമിലും ബുള്ളിഷാണ്. സോ മാർക്കറ്റ് സ്റ്റിൽ ബുള്ളിഷാണ്. സോ നമ്മൾ ബൈ ഓൺ ദ ഡിപ്സ് ട്രേഡ് നോക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, സെൽ ഓൺ ദ റൈസ് നമുക്ക് ഇതിൽ ചെയ്യാം, ഇൻട്രാഡേയിൽ ചെയ്യാം. ബട്ട് ഡയറക്ഷണൽ ട്രേഡ് ബൈ ഓൺ ദ ഡിപ്സ് ആണ്. ഓക്കെ, അപ്പോൾ താഴെ നിന്നൊക്കെ ബൈ ചെയ്തവർ
സ്റ്റോപ്പ് ലോസ് വെച്ച് ഹോൾഡ് ചെയ്യുക. എക്സ്പെക്ട് ചെയ്യുന്നു മാർക്കറ്റ് ഒരു അപ്പ് മൂവ്മെൻറ്റ് ചെയ്യുമെന്നൊക്കെ. സോ നാളെ കാണുന്നവരെ ബൈ ഗുഡ് നൈറ്റ്. ആൻഡ് നമ്മുടെ ഗ്രൂപ്പിൽ ആരൊക്കെയോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഈ വീഡിയോ നിങ്ങൾ കാണുന്നെങ്കിൽ പ്ലീസ് ഡോണ്ട് റിപ്പോർട്ട് അവർ ഗ്രൂപ്പ്. ഓക്കെ, നമ്മൾ ഹാംഫുള്ളായിട്ടൊന്നും അത് ചെയ്യുന്നില്ല. ജസ്റ്റ് എൻട്രീസ് കാര്യങ്ങൾ കൊടുക്കുന്നു, വേറൊന്നും അതിനകത്തൊന്നും ഒരു ബെനിഫിറ്റും എടുക്കാറില്ല. ഓക്കെ, സോ പ്ലീസ് ഡോണ്ട് ഡു ദാറ്റ്. സോ ബൈ ഗുഡ് നൈറ്റ്.